പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 19, 38 മുതലുള്ള വാക്യങ്ങൾ. യേശുവിനെ സംസ്കരിക്കുന്നു. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്ത് മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് യു, പ്രൈസ് യു, പ്രൈസ് യു, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ചിന്ത, ഇവർ രണ്ടുപേരും, അരിമത്യാക്കാരൻ ജോസഫും നിക്കോദേമോസും, രഹസ്യമായി യേശുവിനെ പിന്തുടർന്നവരായിരുന്നു. രഹസ്യമായി യേശുവിനെ ഇഷ്ടപ്പെട്ടവരായിരുന്നു. പക്ഷെ പരസ്യമായി ഏറ്റുപറയുവാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാവരും പരിഭ്രാന്തരായ സമയത്ത് ഇവർക്കതിനുള്ള ധൈര്യം ലഭിക്കുകയാണ്. അവർക്ക് മനസ്സിലായി യേശു കർത്താവ് ആണ് ഏക സത്യ ദൈവം. ക്രിസ്തു മരിച്ചപ്പോൾ ആകാശം ഇരുണ്ടുപോയി, ദേവാലയത്തിലെ തിരശീല പിളർന്നു, ഭൂമി കുലുക്കമുണ്ടായി, ഇടിവെട്ടുണ്ടായി. ക്രിസ്തുവിനെ അവസാനമായി കുന്തം കൊണ്ട് കുത്തിയവൻ്റെ കണ്ണിലേക്ക് ക്രിസ്തുവിൻ്റെ രക്തവും ജലവും വീണ് അവന് കാഴ്ച കിട്ടി. അവർക്ക് മനസ്സിലായി ക്രിസ്തു യഥാർത്ഥ ദൈവമായിരുന്നുവെന്ന് 100% അവർക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് ക്രിസ്തു മരിച്ചപ്പോൾ പരസ്യമായി ഇവൻ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയാൻ വളരെ റിസ്കി ആയിട്ടുള്ള സമയമാണ്. ക്രിസ്തു മരിച്ചു, ക്രിസ്തുവിനെ കൊന്ന് കുരിശുമേൽ ക്രൂശിച്ചു. ആ സമയത്ത് ധൈര്യപൂർവം പരസ്യമായി വന്ന് ക്രിസ്തുവിനെ സംസ്കരിക്കുന്നു. എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? മരിച്ച ക്രിസ്തു കൂടുതൽ ഡേഞ്ചറസ് ആവുകയാണ് ഇവിടെ. ജീവിച്ചിരുന്ന ക്രിസ്തുവിനേക്കാൾ 10 മടങ്ങ് പവർഫുള്ളാണ് മരിച്ച ക്രിസ്തു. ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രൂപിയാൽ നിറയ്ക്കപ്പെടുമ്പോൾ ഭയം നമ്മളെ വിട്ടുപോകുന്നു. അതേസമയം നമ്മൾ പാപാവസ്ഥയിൽ, അന്ധകാരത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ഭയം നമ്മളെ ഗ്രസിക്കുന്നു. ക്രിസ്തു നമ്മളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാരൂപിയുടെ നിറവിൽ നമ്മൾക്ക് യാതൊരുവിധ ഭയവും നമ്മളെ അലട്ടുകയില്ല. ക്രിസ്തു നമ്മളെ കൈപിടിച്ച് നടത്തും. ക്രിസ്തു നമ്മളെ മുന്നോട്ട് നയിക്കും. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ഞാൻ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ആര് നിനക്ക് എതിര് നിൽക്കാൻ സാധിക്കും? നീ എന്നോട് ചേർന്ന് നിൽക്കുക, അപ്പോൾ നീ വളരെയധികം ഫലം പുറപ്പെടുവിക്കും എന്ന അഷ്വറൻസ്, എന്ന ഉറപ്പ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്കും ഈ അരിമത്യാക്കാരൻ ജോസഫിനെ പോലെ, അതുപോലെ നിക്കോദേമോസിനെ പോലെ പരസ്യമായി ക്രിസ്തുവിന് സാക്ഷികളാകുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി നമുക്ക് പൂർണ്ണമായി നമുക്ക്
ക്രിസ്തുവിനെ അടിമപ്പെടാം. ഞാൻ ക്രിസ്തുവിൻ്റെ അടിമ. ആ അടിമത്തത്തിൽ നിന്നാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം, ഇരുളിൽ നിന്നുള്ള, അന്ധകാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധിയുള്ളവരായിത്തീരുന്നു, ശുദ്ധിയുള്ളവരായിത്തീരുന്നു. മുന്നോട്ട് പോകുവാനുള്ള ഒരു ഒപ്റ്റിമിസം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ ക്രിസ്തു അനുയായികൾ ഒരിക്കലും നിരാശയിൽ വീഴുകയില്ല. അത് ക്രിസ്തുവിൻ്റെ ഉറപ്പാണ്. നിരാശയും ഭയവും നമ്മളെ പിടികൂടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ പാപാവസ്ഥയിലാണ്. ഒരു നല്ല കുമ്പസാരം നടത്തുകയും വിശുദ്ധ കുർബാന പൂർണ്ണ യോഗ്യതയോടുകൂടി സ്വീകരിക്കുകയും ക്രിസ്തുവിനെ നെഞ്ചിലേറ്റുകയും അനുദിനം വചനം ധ്യാനിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ഭയം നമ്മളെ വിട്ടുപോകുന്നു, നമ്മൾ സ്വതന്ത്രരാകുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.